عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا مرشدنا وحبيبنا محمد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സർവശക്തനും സർവജ്ഞനും സർവലോക രക്ഷിതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെയും മതിയായ പ്രതിഫലത്തോടെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമങ്ങൾ, നാം പറയുന്നത് കേൾക്കുന്നതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാവങ്ങളൊക്കെയും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പുണ്യമായ ഈ ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ സഹോദരന്മാരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്നുള്ള രോഗികളുടെ രോഗം അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും നാം ഏർപ്പെടുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും അല്ലാഹു റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഹദീസ് പഠനവേദിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സന്തോഷത്തോടുകൂടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ഹദീസുകൾ പറഞ്ഞ് നാം കേട്ടുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി അക്കോടവറുകളുടെ പ്രഭാഷണത്തിലേക്ക് തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈവ് പരിപാടിയിലേക്കോ നമുക്ക് പോകാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകളൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ സജീവ പ്രവർത്തകർ, ഉമ്മാക്ക് സുഖമില്ലാതൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാരുടെ ഒക്കെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് അവരൊക്കെ ഇനിയും ഒരുപാട് കാലം നമ്മോട് കൂടെ ജീവിക്കുക എന്നുള്ളത്. അവർക്ക് അവരുടെ ഖാദിമീങ്ങളായി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഖിദ്മത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിന്റെ ഒക്കെ നിധാനം അവരുടെ പ്രാർത്ഥനയാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന്റെയും നമ്മുടെയും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും മാതാപിതാക്കളുടെ എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി കൊടുത്ത് പൂർണ്ണ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കടലുള്ള ആളുകൾ, അതുപോലെ പല കാര്യങ്ങളും നമ്മളെ സഹോദരങ്ങൾ എല്ലാത്തിലും നമ്മോട് കൂടെ ഉണ്ടാവും. എല്ലാ രംഗത്തും നമ്മോട് സഹകരിക്കേണ്ട ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് നമ്മളെ സഹോദരങ്ങളൊക്കെ. ഒരുപാട് ആളുകൾ അള്ളാഹുവിനോട് നമുക്ക് ഇത്തരം സദസ്സുകളിൽ വെച്ച് പറയുക എന്നതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നല്ല കാര്യം. അതുപോലെ നമുക്ക് കിട്ടുന്ന മറ്റു സദസ്സുകൾ, ആ സദസ്സുകളിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി, നമ്മുടെ ഉസ്താദന്മാർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെയൊക്കെ ആമീൻ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സുകളിൽ, നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ പങ്കെടുക്കുന്ന, ഇതിനൊക്കെ സജീവ സാന്നിധ്യമാകുന്ന, ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരുപാട് അണിയറ ശില്പികളുണ്ട്.
അല്ലാത്ത ഉസ്താദന്മാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് വിഷമമുണ്ട്. നമുക്ക് ഈ ക്ലാസ് ഒക്കെ എടുത്തു തരുന്ന, അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഉസ്താദന്മാർ, അവർക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാവട്ടെ. കടങ്ങളുള്ള ആളുകൾക്കൊക്കെ ആ കടം വീട്ടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ഇസ്സത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കൽ ഖൈറാകുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. നല്ലൊരു പുണ്യമായ ദിവസമാണിന്ന്. നിങ്ങളിൽ നിന്ന് പലരും നോമ്പുകാരായിരിക്കും. അപ്പൊ നോമ്പ് ശേഷം നോമ്പോടുകൂടി നാം ചെയ്യുന്ന ഇബാദത്തുകൾ അതിന് സാധാരണ നാം ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് പ്രതിഫലം ഉണ്ടാവും. അപ്പം ഇപ്പൊ നമ്മൾ പറയുന്ന ആമീനൊക്കെ കുറച്ചും കൂടി സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളൊക്കെ കുറച്ച് അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യതയും ഉണ്ടാവും. അന്നേക്ക് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞ കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് 1-2 ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم 3 لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم ولهم عذاب أليم شيخ زان وملك كذاب وعائل مستكبر. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറയണ കേൾക്കണ്ടല്ലോ അല്ലേ സഹോദരങ്ങളെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനുഷ്യന്റെ മനസ്സിനെ സ്ഫുടം ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിന് ആദ്യമായി ചെയ്യേണ്ടത് അവന്റെ മനസ്സിൽ നിന്ന് അഹങ്കാരം എന്ന ഒരിക്കലും മനുഷ്യർക്കോ മറ്റടിമകൾക്കാർക്കെങ്കിലുമോ ഉണ്ടാവാൻ പാടില്ലാത്ത അതിഭീകരമായ അതികഠിനമായ ആ തെറ്റായ മാനസികാവസ്ഥയിൽ നിന്ന് തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കലാണ് ഏറ്റവും ആദ്യമായിട്ട് അവൻ ചെയ്യേണ്ടത്. മനസ്സിനെ ശുദ്ധിയാക്കണം ആദ്യം. അതിൽ നിന്ന് ആദ്യം ആ മനസ്സിൽ നിന്ന് കിബിർ, അഹങ്കാരം, അഹന്ത അത് എടുത്തു മാറ്റണം. അത് മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചായിരുന്നു അല്പമാണെങ്കിലും നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനിയും അത് സംബന്ധമായിട്ട് 1-2 ഹദീസുകൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, 3 ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ഇല്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയും ഇല്ല. വലഹും അദാബുൻ അലീം, ഇന്ന് മാത്രമല്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയും ഉണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഹദീസ്, ഇതുപോലെയുള്ള ഹദീസുകൾ പലപ്പോഴും നാം ചർച്ച ചെയ്യാറുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അല്ലാഹു നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ അല്ലാഹു അവനോട് സാധാരണഗതിയിൽ ഒരു മനുഷ്യന്മാർ തമ്മിലാവുമ്പോൾ ഉണ്ടാക്കലും അവനോട് സംസാരിക്കാതെക്കലൊക്കെ അവനോട് ദേഷ്യം പിടിക്കുന്ന സമയത്താ. അതുപോലെ അല്ലാഹു അവനോട് കോപാകുലനായിരിക്കും. അല്ലാഹു അവനോട് പരമാവധി ദേഷ്യം പിടിച്ചവനായിരിക്കും. അതാണ് അല്ലാഹു അവനോട് സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാവാം. അല്ലെങ്കിൽ അവനെ സന്തോഷപ്പെടുത്തുന്ന രീതിയിൽ അള്ളാഹുമായിട്ടുള്ള മലക്കുകൾ മുഖേനയുള്ള സംഭാഷണം ഉണ്ടാവും. ആ സംഭാഷണം ഒരിക്കലും ഇവന് സന്തോഷകരമാകുന്ന രീതിയിൽ സംസാരിക്കുകയില്ല.
മലക്കുകൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ മനുഷ്യരോട് സംസാരിക്കുന്നത്. ആ സംസാരിക്കുമ്പോൾ ഇവനിക്ക് സന്തോഷം ഉണ്ടാവുന്ന, അവന്റെ മനസ്സിനെ സന്തുഷ്ടനാക്കുന്ന രീതിയിൽ ആ മലക്കുകൾ ഒരിക്കലും അവനോട് സംസാരിക്കുകയില്ല എന്നും ആവാം. അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതായാലും ശരി, അള്ളാഹുവിന്റെ തൃപ്തി അവനുണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ പരിരക്ഷ അവന് ലഭിക്കുകയില്ല, അള്ളാഹു അവനെ കാരുണ്യം കൊണ്ട് സംസാരിക്കുകയില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ, നല്ല നിലക്കൊക്കെ സംസാരിക്കുമ്പോൾ അവനോട് എത്രമാത്രം നമുക്ക് ഇഷ്ടമുണ്ടോ, എത്രമാത്രം നാം അവൻ അംഗീകരിക്കുന്നുവോ, ബഹുമാനിക്കുന്നുവോ, ആദരിക്കുന്നോ, അതനുസരിച്ച് സന്തോഷത്തോടുകൂടെ അവനോട് സംസാരിക്കും, ചിരിച്ചു കളിച്ച്. അങ്ങനെ മറ്റുള്ളവനോട് ഇനി സംസാരിക്കേണ്ടി വന്നാൽ തന്നെ അതൊരു മാമൂല് എന്ന നിലക്ക്, അല്ലെങ്കിൽ കടമ നിർവഹിക്കുക എന്ന നിലക്ക്, അന്നിലക്കൊക്കെ അല്ലേ സംസാരിക്കുള്ളൂ. സാധാരണഗതിയിൽ നമ്മളെ മനുഷ്യ സഹജമായ പെരുമാറ്റങ്ങൾ തന്നെ നാം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകുമല്ലോ. നമുക്ക് വിരോധമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പിന്നെ വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഉണ്ടെങ്കിൽ അത്തരം ആളുകളോട് നാം ഇടപഴകുന്ന രീതിയും, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നാം ഏറ്റവും ആദരിക്കുന്ന, നാം ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളുമായിട്ട് നാം ഇടപഴകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് ആ പെരുമാറ്റത്തില് ഒരുപാട് അകൽച്ച നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ശരി, ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 വിഭാഗം ആളുകളുമായിട്ട് സംസാരിക്കുകയില്ല, അവരുമായിട്ട് ഇടപഴകുകയില്ല. വലാ യുസക്കീഹിം, അവരെ ഒട്ടു സംസ്കരിക്കുകയുമില്ല. അവിടെ വെച്ച് അള്ളാഹുവിന്റെ സംസ്കരണം ലഭിക്കാത്ത മനുഷ്യർ അമ്പേ പരാജയത്തിലാണ്. അവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. എന്താണ് ഇവിടെ യുസക്കീഹിം എന്ന്? വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സംസ്കരണത്തിന്റെ വേദി, അതിന്റെ മേഖല, അതിന്റെ തലങ്ങളൊക്കെ ദുനിയാവിലായിരുന്നു. ഇവിടെയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സംസ്കരിക്കുക, അതുവഴി അവന്റെ മനസ്സിനെ സംസ്കരിക്കുക, അതുവഴി അവനൊരു നല്ല മനുഷ്യനായി തീരുക, ഒരു പരോപകാരിയായി മാറുക, എല്ലാ മനുഷ്യർക്കും ഉപകാരം മാത്രം ചെയ്യുന്ന, ഒരിക്കൽ പോലും അവന്റെ നാവ് കൊണ്ടോ അവന്റെ നോട്ടം കൊണ്ടോ അവന്റെ കൈ കൊണ്ടോ മറ്റൊരാൾക്കും ഒരിക്കലും ഖേദിക്കേണ്ടി വരുന്നവർക്ക് ദുഃഖിക്കേണ്ടി വരുന്ന രംഗം ഇല്ലാതിരിക്കുക തുടങ്ങി സംസ്കരണത്തിന്റെ എല്ലാ തലങ്ങളും ഇവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ഖിയാമത്ത് നാളിൽ അവനെ സംസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളൊന്നും സ്വീകരിക്കുകയില്ല. അതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവൻ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ അവന് നിസ്കരിച്ചിട്ടുണ്ടാവാം, നോമ്പ് നോറ്റിട്ടുണ്ടാകാം, ഖുർആൻ ഓതിയിട്ടുണ്ടാകാം, പലതും ചെയ്തിട്ടുണ്ടാകാം. ആ ചെയ്തു കൂട്ടിയ ഇബാദത്തുകളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതോടുകൂടെ തന്നെ അവൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, സത്യവിശ്വാസി തന്നെയാണ്. എന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ള് ഫദ്ല് കൊണ്ട് അതെല്ലാം അങ്ങോട്ട് വിട്ടു പുറത്തു മാപ്പാക്കി കൊടുക്കും, എല്ലാം പുറത്തു കൊടുക്കും. അങ്ങനെ ആവാം. ഒരുപാട് തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി, അവന്റെ ഏതോ ഒരു പ്രവർത്തനം പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്തുകൊണ്ട് ഈ ഒരൊറ്റ നന്മ കാരണം കൊണ്ട് ചിലപ്പോൾ അവൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറും. അങ്ങനൊന്നും പാടില്ല എന്നൊന്നും പറയാൻ ലോകത്തൊരാൾക്കും അധികാരമില്ല. അവിടെ അള്ളാഹുവിന്റെ പരമാധികാരമാണ്. അള്ളാഹുവിന്റെ ഇംഗിതത്തിനെതിരായിട്ടൊന്നും അവിടെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അള്ളാഹു അവന്റെ അമല് സ്വീകരിക്കൂല എന്നാവാം, അല്ലെങ്കിൽ അള്ളാഹു അവനെ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധമാക്കുകയില്ല എന്നാവാം. രണ്ടായാലും ശരി, രണ്ടിലൂടെയും സംസ്കരണമാണ് ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവനെ സംസ്കരിക്കുകയുമില്ല. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും അവനോടുണ്ടാവുകയില്ല. ഒരു നോട്ടം പോലും അവന്റെ ഭാഗത്തേക്ക് ഉണ്ടാവുകയില്ല. അവനോട് സംസാരിക്കൂല എന്ന് മാത്രമല്ല, അവനെ സംസ്കരിക്കൂല എന്ന് മാത്രമല്ല, അവന്റെ ഭാഗത്തേക്ക് ഒരു കാരുണ്യത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ ഒരു നോട്ടം ലഭിച്ചാൽ മതി, എന്നാൽ തന്നെ അവൻ രക്ഷപ്പെട്ടു. അതുപോലും ഉണ്ടാവുകയില്ല. ഒരു കാരുണ്യത്തിന്റെ ദർശനം പോലും അവന്റെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇവൻ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിന്റെ ഒക്കെ പുറമെ അങ്ങനെയാണ് നിർത്തുകയാണെങ്കിലും സമാധാനമാണ്.
നോക്കും വേണ്ട, വർത്താനം പറയും വേണ്ട, ഒന്നും വേണ്ട, എന്നാലും അതേ രീതിയിൽ അങ്ങനെ നിർത്തുകയാണെന്ന് വെച്ചാലോ എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലഹും അദാബുൻ അലീം, അതിന്റെ പുറമെ അവന് ഏറ്റവും വേദനാജനകമായ ശിക്ഷയുണ്ടാകും. ആ ശിക്ഷ തന്നെ വേദനയുള്ളതാണ്. വളരെ വഷളായ, ഏറ്റവും കൂടുതൽ നികൃഷ്ടമായ നീചമായ ശിക്ഷയാണ് അള്ളാഹു അവന് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതാണ് അള്ളാഹുവിന് കൊടുക്കുക. ആ ശിക്ഷ തന്നെ നീചമാകുമ്പോൾ അത് ഏറ്റെടുക്കുന്ന വ്യക്തിയുടെ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാമല്ലോ. അന്നലക്ക് ഏറ്റവും നീചന്മാരുടെയും നികൃഷ്ടരുടെയും കൂട്ടത്തിലായി കഠിനമായ കഠോരമായ ശിക്ഷകൾക്ക് വിധേയനായിട്ട് അവൻ കഴിയേണ്ടിയും വരും. ഇത്രമാത്രം ഗൗരവമുള്ള ഈ 3 വ്യക്തികൾ ആരാണ്? അതും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ ശ്രദ്ധ പരമാവധി അപ്പൊ തിരിഞ്ഞു. ഇന്നലക്കുള്ളൊരു ശിക്ഷ, ഇത് ഇത്രമാത്രം ഗൗരവമുള്ളൊരു ശിക്ഷ ആർക്കാണിത് കിട്ടുക എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിലൊരാള് ഷൈഖുൻ സാനിൻ, വയസ്സനായ ഒരു വ്യഭിചാരിയാണ്, വ്യഭിചരിച്ച മനുഷ്യനാണ്. അവന് പ്രായമേറെ ആയിട്ടുണ്ട്, എന്നിട്ടും ഈ ദുഷിച്ച പരിപാടി അവൻ നിർത്തിയിട്ടില്ല. ആ സമയത്ത് അവൻ വ്യഭിചരിച്ചു. അങ്ങനത്തെ ആൾക്ക് അള്ളാഹു ഈ പറഞ്ഞ ശിക്ഷയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ മഹാന്മാരായ ആളുകൾ, ഷെയ്ഖ്, പ്രായം ചെന്ന ആള് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വയോവൃദ്ധൻ എന്ന അർത്ഥത്തിലല്ല. 50 വയസ്സിന്റെ മുകളിലേക്കുള്ളവർക്കൊക്കെ ഇത് പറയാൻ പറ്റും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. 50ന്റെ മുകളിൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഷെയ്ഖ് എന്ന് പറയാൻ പറ്റും. ആ നിലക്ക് അവന് വ്യഭിചരിച്ചാല് അപ്പൊ എന്താ, യുവാക്കൾ വ്യഭിചരിച്ചാൽ കുറ്റല്ലേ? ചെറുപ്പക്കാർ വ്യഭിചരിച്ചാൽ കുറ്റല്ലേ? കുറ്റല്ലഞ്ഞിട്ടല്ല, പക്ഷെ ഇവര് തമ്മിൽ വ്യത്യാസമുണ്ട്. സാഹചര്യവും മറ്റും തമ്മിൽ, സാഹചര്യത്തിന്റെ ഒരു ആനുകൂല്യം മറ്റുള്ളവർക്കൊക്കെ അനുവദിച്ചു കൊടുക്കാം എങ്കിലും ആ രീതിയിൽ അനുവദിച്ചു കൊടുക്കല്ല, ശിക്ഷല്ല എന്നുള്ള നിലക്ക് അനുവദിച്ചു കൊടുക്കല്ല. എന്നാലും തന്നെ ആൾക്കാർ ഇപ്പൊ നമ്മള് പത്രങ്ങളിൽ ഒരുപാട് പീഡനങ്ങളുടെ ഒക്കെ കഥകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പലപ്പോഴും പത്രങ്ങൾ അത് അതിശയോക്തിപരമായിട്ട് പറയാറുണ്ടെങ്കിൽ പോലും കുറെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതിന്റെ മറ്റു വശങ്ങളിലേക്കല്ല, അതങ്ങനെ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചോ മറ്റൊന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്, 70കാരൻ ഒരു 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, 60കാരൻ ഒരു 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു പുച്ഛ അവനോട്, അത് കേൾക്കുമ്പോ തന്നെ അവനോട് വല്ലാത്തൊരു പുച്ഛം നമുക്ക് തോന്നുമല്ലോ. ഇത്രയും വയസ്സായിട്ട് അവന്റെ മക്കളുടെ അല്ല, മരുമക്കളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു കുട്ടിയെ, ഒരു പാവം കുരുന്നിനെയൊക്കെ പീഡിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇവനുണ്ടാകുമ്പോൾ, സാധാരണഗതിയിൽ തന്നെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ അതിനേക്കാളും ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ, അതിന്റെ കൂട്ടത്തിലല്ലേ ഇവനൊക്കെ പെടുത്തേണ്ടത് എന്ന് നമ്മുടെ ശരിയായ മനസ്സ് അപ്പോൾ തന്നെ, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ പ്രായം കൂടുമ്പോൾ സാധാരണഗതിയിൽ വികാരങ്ങളൊക്കെ ഇല്ലാതെയാകുന്ന, അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ അവൻ പഠിച്ച, വേണ്ടതുപോലെ അവന്റെ ഇണയുമായിട്ട് വൈകാരികമായ ബന്ധങ്ങൾ നിലനിർത്തി പോന്ന, ആസ്വദിച്ചും അനുഭവിച്ചും പോന്ന ജീവിതത്തിന്റെ സയാം സന്ധ്യയില് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ അവസ്ഥയിലും ഈ വേണ്ടാവൃത്തിക്ക് തുനിഞ്ഞ ഇവനെ ചമ്മട്ടി കൊണ്ടടിച്ച് നടുറോട്ടിലിട്ട് പിച്ച് ചീന്തുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ കമാൻഡുകൾ ചെയ്യാറുണ്ടല്ലോ. ആ രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ആ സമയത്ത് അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കേണ്ടവനാണ് അവൻ. ഒരു വയസ്സാകുന്നതിനനുസരിച്ച് മരണത്തിന്റെ അടയാളങ്ങൾ അവന്റെ ശരീരത്തിൽ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും അവന് മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യത്തിന് കുറവ് സംഭവിക്കുന്നു, അവന്റെ ശരീരത്തിൽ ചുളിവുകൾ വീണുകൊണ്ടിരിക്കുന്നു, മരണത്തെ അറിയിക്കുന്ന അവന്റെ മുടികളൊക്കെ അതാ നിരച്ചു വന്നുകൊണ്ടിരിക്കുന്നു.
കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാലോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ നിശ്ചയിച്ചിരുന്നു. എന്തിന്? എല്ലാ ദിവസവും തന്നോട് നീ മരിച്ചു പോകും എന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഒരാളെ തന്നെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചിരുന്നു. എന്നും പറയാ നീ മരിക്കാനുള്ള ആളാണ് ട്ടോ ഉമറെ, നീ മരിച്ചു പോകട്ടോ എന്ന്. ആ മരണത്തെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഓർമ്മയുണ്ട്. എന്നാലും എപ്പോഴെങ്കിലും ഒരു മറക്കാൻ ഇടവന്നെങ്കിലോ എന്നുദ്ദേശിച്ചുകൊണ്ട് അത് ഓർമ്മപ്പെടുത്താൻ ഒരാളെ നിശ്ചയിച്ചിരുന്നു. അവസാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ താടി രോമങ്ങൾ നിരക്കാൻ തുടങ്ങിയപ്പോൾ, അതിൽ നിരബാധിച്ചപ്പോൾ അദ്ദേഹം ആ ആളോട് പറഞ്ഞു, ഇനി നീ എന്നെ ഉണർത്തേണ്ടതില്ല. കാരണം എന്തേ? എന്നെ ഉണർത്താൻ എന്നിൽ തന്നെ ആളുണ്ടായിരിക്കുന്നു. എന്റെ തലമുറയും താടിയിൽ മുടി നിരച്ചത് അതെന്നെ ഉണർത്തിക്കൊണ്ടിരിക്കും. എപ്പോഴുമല്ല, ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും എന്നെ മരണത്തെക്കുറിച്ച് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അപ്പോൾ അവൻ ആ രീതിയിൽ അവൻ എത്തിയിട്ടുണ്ട്. അവന്റെ താടി ഉണ്ടെങ്കിൽ ആ താടി രോമങ്ങളൊക്കെ നിരച്ചു വന്നിരിക്കുന്നു. അവന്റെ തലമുടിയിൽ വെള്ളമുടികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവന്റെ എല്ലാ കഴിവുകൾക്കും, എന്തിനേറെ അവനീ ഉദ്ധമിച്ച അവന്റെ ലൈംഗികമായ കഴിവിന് വരെ ശോഷണം സംഭവിച്ചിരിക്കുന്നു, കുറവ് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടും അവൻ ഈ വേണ്ടാവൃത്തിക്ക് നിന്നാൽ അവൻ യാതൊരു നിലക്കുള്ള മാപ്പും അർഹിക്കുന്നില്ല, യാതൊരു നിലക്കുള്ള സിമ്പതിയും അവൻ അർഹിക്കുന്നില്ല, ഒരു നിലക്കുള്ള പരിഗണനക്കും അവൻ വിധേയനാക്കേണ്ടവനല്ല. അവന് കടുത്ത ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന സൂചന. കേൾക്കണ്ടല്ലോ ഞാൻ പറയണേ? സഹോദരങ്ങൾ കേൾക്കണില്ലേ? ഞാൻ ഡീസി ആയോ? നമ്മൾ അബ്ദുൽ തോട്ടക്കാട് ഉസ്താദിന്റെ റളിയല്ലാഹു അൻഹു കഴിഞ്ഞതിന് ശേഷം പിന്നൊന്നും കാണുന്നില്ല, അപ്പൊ അതോട് ചോദിച്ചതാ. ഓക്കെ ഗുഡ്. ശരി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വയസ്സന്മാർ ഇപ്പോ ഇപ്പോ കേൾക്കുന്ന വാർത്തകളൊക്കെ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ സജീവമായി രംഗത്തുള്ളവര് എന്ന് നമുക്ക് പറയാം, പ്രായം ചെന്ന ആളുകളാണ്. ഇതൊക്കെ കാലയെ കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ചിന്ത ചിലപ്പോ അന്നൊന്നും മനസ്സിൽ തന്നെ വരുമല്ലോ. ഇപ്പോഴിങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇപ്പൊ പീഡനത്തിന്റെയും ഒക്കെ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തെ സൂചിപ്പിച്ചിട്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോവല്ലോ. ഇന്ന് ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ അങ്ങനെയല്ലേ കേൾക്കണം. ഈ 50 വയസ്സിന്റെ മേലോട്ട് എന്നൊക്കെ പറയാൻ വെച്ചാൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ആ കഥകളൊക്കെ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഇനി ഒരു ചെറിയ പാവം പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും, 10-50 ആളുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ആ പട്ടിക ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെയും ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ ഇങ്ങനെ പ്രായം ചെന്ന ആളുകളെ ഒക്കെ നമ്മൾ കാണാൻ കഴിയുന്നു. ഏതായാലും ശരി, അതാണ് ഒരു വിഭാഗം ആളുകൾ. അത്തരം തെമ്മാടിത്വം ചെയ്യുന്ന അതിന് സന്നദ്ധരാകുന്ന ആളുകൾക്ക് അള്ളാഹുമായിട്ട് ഖിയാമത്ത് നാളിൽ അവൻ മറ്റെന്തൊക്കെ ചെയ്താലും ശരി അവനിലേക്ക് അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം പോലും നോക്കൂല. അവന്റെ ഇബാദത്തുകൾ, അവനിഞ്ഞ് മുസ്ലിമാണ്, ഇബാദത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ചെയ്തത് അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. ഇനിയും പ്രായരായി തൗബ ചെയ്യണ സമയം അതും കഴിഞ്ഞല്ലോ, ഇനി തൗബ ചെയ്യാമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഇത് മടങ്ങിയാൽ പിന്നെ നമുക്ക് പറയാനില്ല. അല്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനെ സംസ്കരിക്കുന്ന പ്രശ്നമല്ല, ഇവനിലേക്ക് നോക്കുന്ന പ്രശ്നമല്ല, ഇവനോട് സംസാരിക്കുന്ന പ്രശ്നമല്ല. മാത്രമല്ല ഒരു പരിഗണനയും നോക്കാതെ, ഒരു ദയയും നോക്കാതെ അവൻ അർഹമായ ഏറ്റവും വേദനാജനകമായ ശിക്ഷക്ക് അവനെ വിധേയനാക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരാള് വമലിക്കുൻ കദ്ദാബ്, കളവ് പച്ച പൊള്ളു പറയുന്ന രാജാവ് എന്നിവിടെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒരു രാജ്യം ഒന്നായിട്ട് അടക്കി ഭരിക്കുന്ന ആള് എന്ന അർത്ഥത്തിലല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അതും വിശദീകരിക്കുന്നുണ്ട്. രാജാവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അധികാരമുള്ള ആളുകൾ, ഒരു സമൂഹത്തിന്റെ അധികാരമാവാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അധികാരമാവാം, അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അധികാരമാവാം, ഒരു സംഘടനയുടെ അധികാരമാവാം. അവിടെ താൻ പറയുന്നതാണ് ശരി. ആ രീതിയിൽ ഉള്ള അധികാരമുള്ള ആളുകൾ, പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാരുടെ കഥ ആണല്ലോ, അവരുടെ വാക്കുകൾക്ക് മറുവാക്കില്ല. ആ രീതിയിലാണ്, അവർക്ക് എന്തും പറയാൻ പറ്റും.
എങ്ങനെ ഇങ്ങനെ എന്തും പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ താൻ പറഞ്ഞതിനപ്പുറം മറ്റൊരാളും ചെയ്യുകയില്ല എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ എന്നിട്ടും അവൻ എന്ത് ചെയ്യുകയാണ്? കളവ് പറയുകയാണ്. ആ ആള് സാധാരണഗതിയിൽ ഒരാൾ കളവ് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, മറ്റൊരാളിൽ നിന്ന് അവന്റെ അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയും, ഒരു ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കളവ് പറയും. അങ്ങനെയും പറയല്ലോ, ദുനിയാവിന്റെ അവസ്ഥ അല്ലേ. എന്തെങ്കിലുമൊക്കെ കിട്ടാൻ, ഭൗതികമായ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി പറയും, ചിലതൊക്കെ നിലനിൽക്കാൻ വേണ്ടി പറയും. പൊള്ളു പറയുന്നേ, പിന്നീട് അത് ബോധ്യപ്പെടും, മറ്റുള്ളവർക്കൊക്കെ പൊള്ളാണ് കളവാണെന്ന് ബോധ്യപ്പെടും. എന്നാലും ശരി കളവ് പറയും. ആ കളവ് പറഞ്ഞ് അവസാനം സ്വന്തം കാര്യത്തിന് മാത്രമല്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വരെ കളവ് പറയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമേ പറഞ്ഞത്, ആരെങ്കിലും എന്റെ മേൽ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചുകൂട്ടി മനഃപൂർവ്വം എന്റെ മേൽ കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് ഒരു സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാ? ഇത്തരം കളവ് പറയുന്ന ആളുകൾ, ആ കളവ് പറയുന്ന ആളുകൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയും, കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാ സ്ഥാപനത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ കളവ് പറയും. അവസാനം പറഞ്ഞു എന്റെ പേരിൽ വരെ അവർ കളവ് പറയും. അതാണ് ആ ഹദീസ് നൽകുന്ന സൂചന. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. അങ്ങനല്ല, ഈ കളവ് പറഞ്ഞു അവരെന്ത് ചെയ്യും? അവസാനം എന്റെ പേരിൽ വരെ കളവ് പറയും. അത് പറയുമ്പോൾ എന്റെ പേരിൽ ഒരാൾ മനഃപൂർവ്വം എന്തെങ്കിലും കളവ് പറഞ്ഞാൽ അവന് നരകത്തുനിന്നൊരു സീറ്റാണ് കിട്ടാൻ പോകുന്നത്. അവിടെ പിന്നെ രക്ഷയില്ല. മറ്റെന്തു പറഞ്ഞാലും അവന് രക്ഷപ്പെടാൻ സാധ്യല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാൽ അത് അത്രമാത്രം ശക്തമായ കാര്യമാണ്. സാധാരണ രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയും പോലല്ല. അത് പലരും അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ പറയും പോലല്ല. റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞാൽ സംഗതി മാറും. അത് ഒരിക്കലും അള്ളാഹു പൊറുക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിന്റെ വിറകായി മാറുമെന്നാണ് പറഞ്ഞത്. താല്പര്യം ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണ്? അവന് അധികാരമുള്ളവനാണ്. അധികാരം ഉണ്ടാവുമ്പോൾ അവന് കളവ് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. ആരും അവന് ചോദ്യം ചെയ്യൊന്നുമില്ല. അവനിപ്പോ കുറച്ച് കായാണ്ട് ആ ഒരു സംഘടനന്റെ കാര്യം നിൽക്കുക, ഒരുപാട് പൈസ എടുത്തു നിൽക്കുക, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുത്തു നിൽക്കുക. എന്നാൽ ആരും അവനോട് ഒന്നും ചോദ്യം ചെയ്യൂല. കാരണം അവൻ പറഞ്ഞത് തന്നെയല്ലേ സ്വീകരിക്കുള്ളൂ. മറ്റോലൊക്കെ അവന്റെ വാലാട്ടികളോ റാൻമൂളികളോ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് അനുസരിക്കല്ലാതെ ഇവർക്ക് യാതൊരു രക്ഷയില്ല. അല്ലാഞ്ഞാൽ ഇവരെ കഞ്ഞുകൂടി അങ്ങോട്ട് മുട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് അത് അനുസരിക്കുക മാത്രമേ ഇവർക്ക് നിർവാഹമുള്ളൂ. പിന്നെന്തിനാ അദ്ദേഹം കളവ് പറയാൻ നിൽക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അധികാരമുണ്ട്. അധികാരമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തും നടത്താൻ പറ്റും. അവനാരും ചോദ്യം ചെയ്യുകയില്ല. അവനെ പിന്നെ മറ്റാരും പിടിച്ചു നിർത്തി അവനോടൊന്ന് വസൂലാക്കുന്ന പ്രശ്നവുമില്ല. എന്നിട്ടും പിന്നെ അവൻ കളവ് പറയാണ്. അങ്ങനെ കളവ് പറയുന്ന ആളുകള്, ആ അധികാരസ്ഥന്മാർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഈ കളവ് പറയുന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടിയല്ല ആലോചിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാല് അവൻ എന്തെങ്കിലും നേടട്ടെ നേടാതിരിക്കട്ടെ, എന്നാൽ പോലും പരലോകത്ത് അവൻ പിന്നെ ഒരുപാട് അവൻ ചെയ്യണില്ലേ എന്ന് പറയും. ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യണില്ലേ, ഒരുപാട് പാവങ്ങളെ രക്ഷിക്കണില്ലേ, പാവങ്ങൾക്ക് ജോലി കൊടുക്കണില്ലേ, എല്ലാം ചെയ്യണില്ലേ എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അങ്ങനെ മനഃപൂർവ്വം കളവ് പറഞ്ഞ ഒരു അധികാരത്തിലിരിക്കുന്ന ആൾ അങ്ങനെ കളവ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ യാതൊരു കാരുണ്യത്തിനും അവൻ അവകാശിയാവൂല. അള്ളാഹുവിന്റെ യാതൊരു റഹ്മത്തും കാരുണ്യവും അവന് ലഭിക്കുകയില്ല. അള്ളാഹു അവന് കാരുണ്യത്തിന്റെ നോട്ടം പോലും നോക്കൂല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, വആഇലുൻ മുസ്തക്ബിറുൻ, അഹങ്കാരിയായ ഒരു ഫക്കീറായ മനുഷ്യനാണ്. വളരെ ദരിദ്രവാസിയാണ് അവന്. എന്നിട്ടും അവന്റെ അഹങ്കാരം, എന്നിട്ടും അവൻ അഹങ്കരിക്കുകയാണ്.
സത്യത്തിൽ ഈ അഹങ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചെന്തെങ്കിലുമൊക്കെ അവൻ്റെയൊക്കെ ഉണ്ടാകുന്ന ആളാണ് അഹങ്കരിക്കുക. കുറച്ച് പൈസ ഉണ്ട്, അപ്പോഴാണ് അവന് മനസ്സിലൊരു തോന്നൽ ഞാൻ തന്നെയാണ് ഒരു വലിയോനെന്ന്. കുറച്ചൊക്കെ പിന്നെ എനിക്ക് ചുറ്റും കുറച്ചൊക്കെ ആളുകളുണ്ട്, ഞാൻ പറയുന്നതൊക്കെ അവർ അംഗീകരിച്ചുകൊള്ളും, അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ എനിക്കെതിരിൽ വരുന്ന എല്ലാ ആരോപണങ്ങളും എല്ലാ മർദ്ദനങ്ങളും ഒക്കെ എന്തൊക്കെ എനിക്കെതിരെ വന്നാലും അതൊക്കെ തടുക്കാനും അതിനൊക്കെ മറുപടി പറയാനും ഒക്കെ എന്നെ പ്രതിരോധിക്കാൻ ഒരു നല്ലൊരു ടീം എനിക്കുണ്ട്. ഇങ്ങനൊക്കെ ആകുമ്പോൾ അതുപോലെ തന്നെ എന്തും ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. അങ്ങനൊക്കെ കുറച്ചെന്തെങ്കിലുമൊക്കെ അവന്റെ അടുത്ത് ഉണ്ടാവുമ്പോൾ അവൻ അഹങ്കരിക്കും. അഹങ്കരിക്കാനുള്ള ഒരു ചെറിയ വകുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് പലപ്പോൾ. ദുനിയാവിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴേ അവൻ അങ്ങനത്തെ അഹങ്കാരികളൊക്കെ ആയിട്ടുള്ള ആളുകൾ അങ്ങനെയാണ്. ഫിറഔൻ മുതലുള്ള എല്ലാ ചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ഈ അഹങ്കരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അധികാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കഴിവുകൾ അവർക്കുണ്ടായിരുന്നു. അപ്പോഴും അഹങ്കാരം വരും. അവൻ വലിയൊരു പണ്ഡിതനാണ് എന്നുള്ള ഒരു അഹങ്കാരം, എനിക്ക് എല്ലാം തിരിയും പിന്നെ എന്നുള്ള ഒരു തോന്നൽ, അപ്പോഴും കുറച്ച് അഹങ്കാരം വരും. അല്ലെങ്കിൽ നല്ലോണം പ്രസംഗിക്കാനൊക്കെ വരുന്ന 10,000-കണക്കിന് ആളുകൾ കൂടുന്ന പ്രസംഗമാണോ എന്റേത്, എല്ലാവരെയും പിന്നെ തന്റെ കൂടെ നിർത്താനും തന്റെ പ്രസംഗത്തിന് തക്ബീർ ചൊല്ലിക്കാനും ഒക്കെ കഴിയുന്ന നല്ല വാചാലനായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോഴും എനിക്ക് തോന്നും ഞാൻ തന്നെയാണ് വലിയ ആള്, എന്റെ പ്രസംഗം കേൾക്കാനാണ്, എന്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൈസ പിരിച്ചുണ്ടാക്കാൻ കഴിയുന്നത്, അങ്ങനെയും തോന്നും. അപ്പൊ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടായിട്ടും തോന്നും. അത് അള്ളാഹു കൊടുത്ത കഴിവാണെങ്കിൽ ചിലപ്പോൾ സൗന്ദര്യം കൊണ്ട് തോന്നും. സൗന്ദര്യം ഒരു നല്ല ചൊറുക്കാണ്, അവനക്ക് ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആണാണ് ഒരു പെണ്ണാണ് നിൽക്കുക, എന്നാലും അവൻ അഹങ്കാരം വരാനിടെ ഇടയുണ്ട്. ഇതൊന്നുമില്ല. ഒരു സൗന്ദര്യത്തിന്റെ പേരിൽ അവൻ അഹങ്കരിക്കാനില്ല, സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ അവകാശമില്ല, പിന്നെ അധികാരവും ഇല്ല, അവനടുത്ത് വിജ്ഞാനം പോലത്തെ എന്തെങ്കിലും കഴിവ് അവനക്കുണ്ടോ, അതുമില്ല, ഒന്നുമില്ല. മഹാപാവാണ്, എന്നാലും ഒരു ദരിദ്രവാസിയാണ്. എന്നിട്ട് അവനിങ്ങനെ അഹങ്കരിച്ചിങ്ങനെ നടക്കുക, നെഞ്ഞും വീഴ്ത്തിക്കാണ്ടിങ്ങനെ പിന്നെ നടക്കുക, ഒന്നുമില്ല. അങ്ങനത്തെ ഒരാള് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കൂല. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ അവനെ സംസ്കരിക്കുന്ന പ്രശ്നമല്ല. എന്നാ മറ്റുള്ളവർക്ക് അഹങ്കരിച്ചൂടെ, അതിന് ശിക്ഷ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും ഈ ഹദീസിന്റെ പിന്നെ വായിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നാപ്പോ ഒരു പാവപ്പെട്ടവനാണെങ്കിലാണ് അഹങ്കരിക്കാൻ പാടില്ലാത്തത്. ഒരു പണക്കാരനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ ഓനക്ക് എന്നാ കുറച്ചൊക്കെ അഹങ്കരിക്കാം അല്ലേ എന്ന് ഈ ഹദീസ് സൂചിപ്പിക്കൂലേ എന്ന് ചോദിക്കേണ്ടതില്ല. ഈ ഹദീസ് അങ്ങനെ അതിനർത്ഥമില്ല. ഇവനേതായാലും ഇതുണ്ട്, മറ്റുള്ളവനാ ഇല്ല എന്ന് പറയണില്ല. ഇവന് ഒരു അഹങ്കാരിയായ പാവപ്പെട്ടവൻ, ആ പാവപ്പെട്ടവനായ അവന് ഏതായാലും ഈ ശിക്ഷ ലഭിക്കും. മറ്റുള്ളവന് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അവനും ഉണ്ട് എന്ന് തന്നെയാണല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവനൊക്കെ സംസ്കരിക്കാൻ ഇടയുണ്ട്. അത്തരം അഹങ്കാരികളെ, അത്തരം കിബറന്മാരെയൊക്കെ സംസ്കരിക്കാനോ അവർ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കാനോ ഒക്കെ ഇടയുണ്ട്. ഇവൻ അതില്ല. ഈ 3 വിഭാഗം ആളുകൾക്ക്, ഇവരല്ലാത്തവർ ഇതേ തെറ്റ് ചെയ്താൽ, ഒരു പിന്നെ യുവാവായ ആള് വ്യഭിചരിച്ചാൽ, അല്ലെങ്കിൽ അധികാരമൊന്നും ഇല്ലാത്ത ഒരാൾ കളവ് പറഞ്ഞാൽ, അല്ലെങ്കിൽ തീരെ ഒന്നും പിന്നെ കുറച്ചൊക്കെ പൈസൊക്കെ ഉള്ള ഒരാള് അഹങ്കരിച്ചാൽ, ഇവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഖിയാമത്ത് നാളിൽ അവൻ സംസ്കരിച്ചേക്കാം, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം, അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ നോട്ടമെങ്കിലും അവനെ കൊള്ള നടത്തിയേക്കാം. അതൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഈ 3 വ്യക്തികൾക്ക് അതിനൊന്നും യാതൊരു ചാൻസും ഇല്ല, ഒരു സാധ്യതയില്ല, ഒരു പരിഗണനയും അവന് ലഭിക്കൂല എന്നാകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നതും. ചുരുക്കത്തിൽ പരമാവധി നമ്മുടെ മനസ്സുകൾ സംസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെയെല്ലാം. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യഖൂലുല്ലാഹു തആല അൽ ഇസ്സു ഇസാരി വൽ കിബ്രിയാഉ റിദാഇ ഫമൻ യുനാസിഉനി അസ്ബതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസിൽ പറയുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഇസ്സത്ത്, അഭിമാനം, അന്തസ്, ആഭിജാത്യം, ഇങ്ങനത്തൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അതെന്റെ ഇസാറാണ്, എന്റെ ഉടുപ്പാണത്. അഹങ്കരിക്കുക എന്നുള്ളത് അതെന്റെ തട്ടമാണ് എന്ന് വെച്ചാൽ ഞാൻ ധരിക്കേണ്ടതാണ് അതൊക്കെ എന്ന്.
ഏത് അഹങ്കാരം എന്നുള്ളത് എനിക്ക് ഇവിടെ എന്തെങ്കിലും അഹങ്കരിക്കാനുള്ള അവകാശമുള്ളൂ. ഞാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിനെ സംവിധാനിച്ചത് ഞാനാണ്, അതിനെ സംരക്ഷിക്കുന്നത് ഞാനാണ്, അതിനെ നല്ല നിലയിൽ ഒരു ഏറ്റുമുട്ടലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ ഞാനാണ് എന്നിരിക്കെ ഇതിനൊക്കെയുള്ള അവകാശം എനിക്കാണുള്ളത്. അഹങ്കരിക്കാനോ പിന്നെ അതുപോലെ തന്നെ ഇസ്സത്ത് അഭിമാനിക്കാനോ ഒക്കെ ഉള്ള അവകാശം എനിക്കേ ഉള്ളൂ. എന്റെ അടിമകളായ നിങ്ങൾക്ക് അതിനൊന്നും ഒരു അവകാശമില്ല. അതുകൊണ്ട് ഞാനുമായിട്ട് പിന്നെ എന്റെ അവകാശത്തിൽ ആരെങ്കിലും കൈകടത്തുന്നു, അതിലിടപെടുന്നു എന്ന് പറഞ്ഞാൽ എന്നോട് അവൻ സമരം ചെയ്യുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നോട് പിണക്കത്തിന് വരുന്നു, അല്ലെങ്കിൽ എന്നോട് മത്സരിക്കാൻ വരുന്നു. എന്നോട് ആരെങ്കിലും മത്സരിക്കാൻ വന്നാ പിന്നെ അവനെ ഞാൻ വെറുതെ വിടൂല, അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അത് ദുനിയാവിൽ വെച്ചല്ല ശിക്ഷിക്കുക, ചിലപ്പോ പരലോകത്തേക്ക് അല്ലാഹു ശിക്ഷ നീട്ടിവെക്കും, ചിലപ്പോ ദുനിയാവിൽ വെച്ച് തന്നെ പരാതി പുറത്ത് തന്നെ മറുപടിയും കൊടുത്തേക്കാം. ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അത് എന്റെ ഇസാറാണ്, എന്റെ റിദ ആണ് എന്ന് വെച്ചാൽ ഞാൻ ധരിക്കേണ്ട, എന്നിൽ മാത്രം നിലനിൽക്കേണ്ട കാര്യമാണ്. ആ കാര്യം മറ്റൊരാളെടുത്ത് അണിയാൻ ശ്രമിച്ചാൽ, ഞാൻ അണിയേണ്ട ഡ്രസ്സ്, ഞാൻ അണിയേണ്ട വസ്ത്രം അത് മറ്റൊരാൾ അണിയാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് അവൻ അനുവദനീയമല്ല, അവനെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയാനും അത് തന്നെയാണ് കാരണം എന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ. ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം വന്യരായ സ്വഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞു തരികയാണ്. ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സുഹു. ഒരു മനുഷ്യൻ ഇവിടെ ഇതുണ്ടല്ലോ, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ അഭിപ്രായങ്ങളുണ്ട്. ഖാറൂനാണ് എന്ന് പറഞ്ഞു വെച്ച മഹാപണ്ഡിതന്മാരും ഉണ്ട്. നമുക്ക് ഏതായാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അവനിങ്ങനെ നടക്കുകയാണ്, ഒരു വല്ലാത്തൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു അകവും പുറമൊക്കെയുള്ള, കാണാൻ വളരെ ചന്തമുള്ള, വളരെ മനോഹരമുള്ള, വളരെ ഭംഗിയുള്ള, വളരെ വിലപിടിപ്പുള്ള ഒരു വസ്ത്രമാണ്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവനിങ്ങനെ നടക്കുക. ആ നടക്കുമ്പോൾ തുഅജിബുഹു നഫ്സുഹു, അവന്റെ ശരീരം അവനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇജിപ്പോ കാണാൻ തർക്കടില്ലാത്ത, ഏറ്റവും സുന്ദരനായ, ഏറ്റവും പ്രൗഢിയും പത്രാസും അന്തസ്സൊക്കെ ഉള്ള ഒരാളാണ് എന്ന രീതിയിൽ അവന്റെ ശരീരത്തെ അവൻ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ കാണാൻ കൊള്ളാവുന്ന ഒരു ഉഷാറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ അവന്റെ ഒന്നും കൂടി ഹദീസ് പറയുന്നു, മുറജ്ജിലുൻ റഅ്സുഹു, അവന്റെ മുടിയൊക്കെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് വാർന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ അഹങ്കരിച്ചുകൊണ്ട് ഭൂമി കൂടെ അങ്ങനെ നടക്കുക. ഓന്റെ ചുറ്റുഭാഗത്തും ആൾക്കാരുണ്ട്, അതൊന്നും കാണില്ല. ഓനിങ്ങനെ നമ്മൾ പറയാലോ നെഞ്ചും വിറത്തിക്കാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓനെക്കാട്ടും പ്രായം ചെന്ന ആളുകളുണ്ടാവും, അവനെക്കാളും പല നിലക്കുള്ള ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. അതൊന്നും അവൻ കാണുന്നില്ല. അവൻ ഈ അഹംഭാവത്തോടു കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അത് യഖ്താലു ഫീ മശിയത്തിഹി, അവന്റെ നടത്തത്തിലൊക്കെ അങ്ങനെ ചില ആളുകൾ നടക്കുക കാണാലോ. വല്ല സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ വല്ല ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ചില ആൾക്കാരാണ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ചില ചെക്കം കുട്ടികള് തുണിയൊക്കെ ഉണ്ട് മടക്കി കുത്തിയിട്ട് വല്ലാതെ അതിന്റെ കുപ്പായത്തിന്റെ മേൽക്കൂടെ കൊണ്ട് കുത്തിയിട്ട് കയ്യൊക്കെ ഒന്ന് പ്രത്യേക വീശലൊക്കെ വീശിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സൊക്കെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പോഴത്തെ സ്റ്റൈൽ അതായതുകൊണ്ട് പറഞ്ഞ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്നിട്ട് എന്നതുപോലെ അത് നമുക്ക് തോന്നിപ്പോയി ഈ ഹദീസിന്റെ ഒരു പ്രതി പുരുഷന്മാരാണോ ഇവരൊക്കെ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് സാധാരണ.
അന്നൽക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ എന്തേ സംഭവിച്ചു എന്നറിയോ? അവന്റെ ആ വല്ലാത്ത അഹങ്കാരം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞല്ലോ, നീ അഹങ്കരിക്കേണ്ട കുട്ടി, അത് എന്റെ വസ്ത്രമാണ്, നീ അത് ധരിക്കണ്ടെന്ന് പറഞ്ഞു. ഇവന് എല്ലാം കൂടെ ഉണ്ടായപ്പോൾ അവനക്ക് ഇഷ്ടംപോലെ പണുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ കൂടെ ഉണ്ട്, അവനക്ക് എന്തും ചെയ്യാവുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഖസഫല്ലാഹു ബിഹി ഫഹുവ യതജൽജലു ഫിൽ അർളി ഇലാ യൗമിൽ ഖിയാമ. അങ്ങനെ അവൻ നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം ഇത് ഖസഫല്ലാഹു ബിഹി ഫഹുവ യതജൽജലു ഫിൽ അർളി ഇലാ യൗമിൽ ഖിയാമ. ആ പെട്ടെന്ന് അവനെ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോയി. ഭൂമിയാണ്ട് പിടിച്ചു വിഴുങ്ങി അവനെ. ഭൂമി പിടിച്ചു വിഴുങ്ങി എന്ന് മാത്രമല്ല, നാം ഈ സംസാരിക്കുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവൻ ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമിയിലേക്ക് ഇങ്ങനെ ഊളിയിട്ടുകൊണ്ടേയിരിക്കുകയാണ്, ആണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു അവനെ ശിക്ഷിക്കുമെന്ന്. ആ ശിക്ഷ എന്നുള്ളത് പരലോകത്തേക്ക് നീട്ടിവെക്കണം എന്നില്ല, അത് ചിലപ്പോൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അങ്ങോട്ട് കൊടുക്കും. അതാണ് ഇവിടെ കണ്ടത്. അതിന് ഒരു വല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് അവനെ പിടിച്ചു ശിക്ഷിക്കാനും അതില് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് ആളുകൾക്ക് പാഠമാകാൻ. ഈ ഹദീസ് ഇനിയിപ്പോ ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പോഴൊക്കെയും നമുക്ക് പാഠമാണ്. ഇങ്ങനെ വല്ലാതെ അഹങ്കരിക്കുമ്പോൾ പടച്ച റബ്ബ് ചിലപ്പോ ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങോട്ട് ശിക്ഷിക്കും. അതിപ്പോ ഈ നിലക്കൊരു ശിക്ഷ കൊടുത്തത് അങ്ങനെ. ഇനി അല്ലാത്ത ശിക്ഷകളും ദുനിയാവിന്റെ ഓരോ ഭാഗത്ത് നാം ആലോചിച്ചു നോക്കൂ. അങ്ങനെ അഹങ്കരിച്ച ആളുകളൊക്കെ അവസാനം ഒന്നുമല്ലാതെയായി വളരെ കൂടുതൽ വഷളായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് ഒന്നുമല്ലാതെയായി ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ കൺമുമ്പിലുള്ള അവരുടെയൊക്കെ ചെറുപ്പത്തിൽ അവർ വല്ലാതെ അഹങ്കരിച്ചവരായിരുന്നു, വല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിച്ചവരായിരുന്നു. ആ രീതിയിൽ നടന്ന് അവസാനം ഒന്നുമില്ല, അവരുടെ പണങ്ങളൊക്കെ നശിച്ചുപോയി, പ്രതാപമെല്ലാം. മറ്റൊക്കെ അവരിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാളും അവർക്കെതിരെ ഒന്നും പറയുമായിരുന്നില്ല. അവരൊരു യോഗത്തിൽ വന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വേറൊരാളും ശബ്ദിക്കുമായിരുന്നില്ല, ശബ്ദിച്ചാൽ അവനെ വിടുമായിരുന്നില്ല. അന്നിലക്കുള്ള പ്രതാപമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഓരോ മഹലിലുണ്ടായിരുന്നു, പഞ്ചായത്തിലുണ്ടായിരുന്നു, പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അവരായിരുന്നു അവിടുത്തെ രാജാക്കന്മാര്. അവര് പറയുന്നതിനപ്പുറം ഒന്നും നടക്കൂല. നാട്ടുപ്രമാണിമാർ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരൊക്കെ ആയിരുന്നവര്. പക്ഷേ പിൽക്കാലത്തോ അവരെ ഒരാൾ തിരിഞ്ഞു നോക്കാനില്ലാതെ, അവർക്ക് വേണ്ടി സഹതപിക്കാൻ ഒരാളില്ലാത്ത ഒരവസ്ഥ അത്തരം എത്രയോ ആളുകൾക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ മനുഷ്യർക്ക് പാഠമായിട്ട്, ഇവൻ ഈ ഒരു കാലത്ത് വലിയ പോക്കിരിയായിരുന്നില്ലേ, ജഗവീരനായിരുന്നില്ലേ, അങ്ങാടി വറപ്പിച്ചോനായിരുന്നില്ലേ, ആളുകളെല്ലാം മുൾമുനയിൽ നിർത്തിയ ആളായിരുന്നില്ലേ, എന്താ അവന്റെ അവസ്ഥ? അവന്റെ മുമ്പിലൂടെ ആര് പോകാണിച്ചാലും അവനെ തിരിഞ്ഞു നോക്കണില്ല, അവന് വേണ്ടിയിട്ട് ഒരാൾ ഒന്നും ചെയ്യുന്നില്ല. ആ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടുപോയത് ഈ ലോകത്ത് വെച്ച് തന്നെ അവനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞതിന്റെ ഒരു അടയാളം തന്നെയാണത്. അത് ശിക്ഷ പല നിലക്കാണല്ലോ. ഏതായാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസുകളിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ചുരുക്കത്തിൽ ഞാൻ നിർത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം രോഗങ്ങളിൽ നിന്ന്, ഹൃദയത്തിനെ ബാധിക്കുന്ന ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയം, നമ്മളിപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ അടിമകളാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കഴിവുകളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ചില മറ്റുള്ള നിഅമത്തുകളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിഅമത്തും തന്നെ അത് മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ളതല്ല. ആ നിഅമത്തുകൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ശുക്റാണ് ഉണ്ടാവേണ്ടത്. ഏത് തരം നിഅമത്താണെങ്കിലും ശരി, സാമ്പത്തികമായ നിഅമത്താണെങ്കിലും, ശാരീരികമായ നിഅമത്താണെങ്കിലും, വൈജ്ഞാനികമായ നിഅമത്താണെങ്കിലും, ഏത് നിഅമത്താണെങ്കിലും ശരി, ആ നിഅമത്ത് മറ്റുള്ളവരുടെ മേൽ
നമുക്ക് അധികാരം സ്ഥാപിക്കാനുള്ളതല്ല, മറ്റുള്ളവരുടെ മേൽ അഹങ്കരിക്കാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ് നിഅമത്തുകളൊക്കെ തന്നത്. അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. എന്താണ് ആ പരീക്ഷ? അങ്ങനെ അള്ളാഹുവിന്റെ ആ നിഅമത്ത് ഞാൻ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നോ. ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് ഒന്നും നമ്മുടേത് മാത്രമല്ല എന്ന് നാം ചിന്തിക്കണം. ഒരു നിഅമത്തും നമുക്ക് മാത്രം ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതല്ല. അള്ളാഹു എനിക്ക് ഇൽമ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൽമ് എന്റെ മാത്രം കാര്യത്തിനുള്ളതല്ല, അത് മറ്റുള്ളവന്റെ കൂടി അവകാശമാണ്. ഔദാര്യം നീ കൊടുക്കുന്ന ഔദാര്യമല്ല അത്. നിനക്കല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് മറ്റുള്ളവന്റെ കൂടി അവകാശമാണ്. നിനക്കല്ലാഹു ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യൽ നിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് കിട്ടാനുള്ള അധികാരം അവനുണ്ട്, അവൻ അവകാശപ്പെട്ടതാണത്. അപ്പൊ നമ്മളെ നിഅമത്തൊന്നും നമ്മിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് മറ്റുള്ളവന്റെ കൂടി അവകാശമാണ്. ഈ ബോധം നമുക്കുണ്ടാവുമ്പോൾ നാം ചെയ്യുന്ന സേവനങ്ങള്, നാം ആർക്കെങ്കിലും ഒരു 10 ഉറുപ്യ കൊടുത്താല് അതൊരു വലിയ കാര്യമായിട്ട് കാണൂല. കാരണം അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അത് അവൻ അവകാശപ്പെട്ടതാണ്. ഞാൻ എനിക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ട്, അപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുകയാണ്, അവന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ സഹകരിച്ചു കൊടുക്കുകയാണ്. അതെനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നേണ്ടതില്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ അതവന് ചെയ്തു കൊടുക്കാൻ അവകാശപ്പെട്ടവനാണ്. എന്നിൽ നിന്നും അത് ചോദിച്ചു വാങ്ങാനുള്ള അധികാരവും അവകാശവും അവനുണ്ട്, അവനും കൂടി അവകാശപ്പെട്ടതാണ്. ചുരുക്കത്തിൽ എന്റെ എല്ലാ നിഅമത്തുകളും മറ്റുള്ളവന്റെ കൂടി അവകാശമാണ്, അവനു കൂടി അധികാരപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് എനിക്ക് അഹങ്കരിക്കാൻ അവകാശമുള്ളത്? മറ്റുള്ളവന്റെ മേൽ അഹംഭാവം നടിക്കാൻ എനിക്ക് എന്താ അവകാശമുള്ളത്? കാരണം എന്റെ എല്ലാം അവനും അവകാശപ്പെട്ടതല്ലേ. എന്റെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവനും അവകാശപ്പെട്ടതാണ്. അതെന്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എന്റെ ഭാര്യക്കും കുട്ടികൾക്കും മാത്രം അവകാശപ്പെട്ടതല്ല, എന്റെ മാതാവിനും പിതാവിനും മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് എന്റെ സഹജീവികൾക്കെല്ലാം എന്റെ എല്ലാ നിഅമത്തുകളും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഈ ലോകം ചിന്തിക്കാൻ തയ്യാറായാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു നന്മയുടെ നാളുകൾ ഇവിടെ വളർന്നു വലുതാവുകയില്ലേ? അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉംറയ്ക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ച ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ കടം വീടാൻ വേണ്ടിയും കൊടുത്ത കടം കിട്ടാൻ വേണ്ടിയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ജോലിക്ക് വേണ്ടി പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ രോഗം ശിഫയാകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ രോഗം സുഖപ്പെടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ് റൂമിൽ ആരൊക്കെയാണോ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശവും പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരു പുണ്യമായ ദിവസത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റജബ് 27 പകലിൽ എല്ലാവരും നോമ്പ് നോറ്റുകൊണ്ട് നിൽക്കുന്ന നല്ല സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കടമുള്ള ആളുകളുടെ കടം വീട്ടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാവട്ടെ. കടത്തോടുകൂടി മരിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്കാർക്കും അള്ളാഹു വരുത്താതിരിക്കട്ടെ. അതുപോലെ കടം കിട്ടാനുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അത് കിട്ടാനുള്ള മാർഗവും അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അവരെയും നമ്മെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും എപ്പോഴും അള്ളാഹു വർഷിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ജോലികളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കേൾവിയിലും കാഴ്ചയിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്ത് തരുമാറാവട്ടെ. നമുക്ക് അള്ളാഹു ചെയ്തു തന്ന എല്ലാ നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യുന്ന ശാക്കിരീങ്ങളിൽ അള്ളാഹു
നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ നിഅമത്തുകളൊക്കെയും അള്ളാഹു നിലനിർത്തി തരുകയും വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യട്ടെ. റഹ്മാനായ രാജസീതായ തമ്പുരാൻ, നമ്മളെ പഠിക്കുന്ന മക്കളുണ്ട്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളെ മക്കൾക്ക് പഠിക്കാനുള്ള സർവ്വവിധ സാഹചര്യവും നീ സൃഷ്ടിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതിനുള്ള ബുദ്ധിയും വിവേകവും തന്റെയുടെ ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മക്കളെയൊക്കെ അവരഭിമുഖീകരിക്കുന്ന പരീക്ഷകളിൽ അഭിമാനകരമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ വളർച്ച കണ്ട് ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാനെ. ഞങ്ങളെ കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാക്കണേ തമ്പുരാനെ. പടച്ചറബെ, ഞങ്ങളെ അനുസരിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെയും ആ രീതിയിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചറബെ, ഞങ്ങളെ ഈ ക്ലാസ് റൂം